വാഷിംഗ് മെഷീൻ എന്താ കറങ്ങാത്ത? ഇതിന് എല്ലാ ദിവസവും പണിയാണല്ലേ. ഞാൻ അന്നേ പറഞ്ഞാണ് സെമി ഓട്ടോമാറ്റിക് വാങ്ങിക്കല്ലേ. കമ്പനിയുടെ പേര് തന്നെ കണ്ടില്ലേ, സുങ്സാൻ. ഞാൻ ഈ പേരെവിടെയോ, സാംസങ്. സാംസങ്ങിന്റെ ചാത്തൻ സുങ്സാൻ. ചാത്തൻ സാധനം. സ്വർണത്തിന് ഇന്നും വില കൂടി. പവന് 56,555 രൂപ. 150 പവൻ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന്. ഇങ്ങോട്ട് വന്നാണി. രാവിലെ തന്നെ താണ്ടാ താണ്ടാന്ന് പറഞ്ഞ് വിളിച്ചോളൂ. ഇങ്ങോട്ട് വന്നാണി. വരണേ. എന്തരടി നിങ്ങൾ 2000 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ടുന്ന സുങ്സാങ്ങിന്റെ വാഷിംഗ് മെഷീൻ വർക്കാവണില്ല. വർക്കാവണില്ലെന്നാ? അങ്ങനെ വരെ വഴിയില്ലല്ല. നേരെ തുണി തന്നെ ഇട്ടത് അല്ല, ചല്ലിയും മെറ്റലും പാറപ്പൊടിയൊക്ക. എന്ത് ശരിയാക്കാൻ പറ്റും നോക്ക് മനുഷ്യ. ചാർജും തീർന്നു. ഇവന്റെ ചാർജർ എവിടെ ഇരിക്കണ്? പട്ടിയെ കൊന്ന എല്ലായിടത്തിനും കൊല്ലി വിൽക്കണ. എന്തിനാ കിടന്ന് വിളിക്കണ? ഞാൻ ജോൺ വിക്ക് സിനിമ കണ്ടോണ്ടിരിക്കണം. ജോൺ വിക്ക? ആന്തരാ, ഞാൻ ജോൺ വിക്ക് എന്ന് പറയുമ്പോ നിനക്കൊരു പുജ്ഞം. എടാ, കേരളക്കാരെ ഒന്നാകെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മാസ് പ്ലസ് ക്ലാസ് കഥാപാത്രം ജോൺ വിക്ക് അല്ലാതെ വേറെ ഏതുണ്ടാ? ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ആര്? പാരിജാതൻ ജെപിയും കുങ്കുമപ്പൂ രുദ്രനും. The ultimate mass characters that ever seen in history of world. ഇതൊക്കെ ആരടാ? വെറുതെ ഫോണിൽ സിനിമയും കണ്ടോണ്ടിരുന്നാ പോരാ, ലോക വിവരം വേണം. വല്ല സ്പാനിഷ് സിനിമയിലെ നടന്മാരായിരിക്കും. നിന്റെ ചാർജർ എനിക്കൊന്ന് വേണം. ഫോണിൽ ചാർജ് തീർന്നു. ഇന്നത് എത്രാത്ത പ്രാവശ്യമാ നീ ഫോൺ ചാർജ് ചെയ്യണ? കണക്കുകൾ ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല. ചാർജ് തീരുന്നു, കുത്തുന്നു, എടുക്കുന്നു. വാവ്, പുതിയൊരു ഫോൺ എടുക്കണം എന്നെങ്കിലും അച്ഛനെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. എടി ഓണാക്കിയാണേ. ക്രിസ്മസ് നേരത്തെ എത്തിയ എല്ലാ കളർഫുൾ സ്റ്റാറും ഉണ്ടല്ലോ. നിന്റെ അടുത്ത് ആരും ഇത് ഓണാക്കാൻ? നിങ്ങളല്ലേ ഓണാക്കാൻ പറഞ്ഞ? ഓ, എന്തിനനുസരണ? പാട്ട് സാധനം മാറ്റി ഇന്റർനെറ്റ് കയറാൻ വന്നാലാണ്. പാട്ട സാധനോ? സാംസങ്ങിന്റെ 1ാം തരം ഫ്രഷ് സാധനമാണിത്. സാംസങ് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാണ്. സുങ്സാൻ. ചാത്തൻ ചാത്തൻ ചാത്തൻ. പേലിക്ക് എന്തിരിക്കണ്ടേ? എങ്കിൽ നിങ്ങളുടെ ഫാദറിന്റെ പേരെ ഞാൻ ഇതൊട്ട് മാറ്റി വിളിക്കാം. എന്തിനു പറയണം? അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരണം. ഓവർ എക്സ്പ്രഷൻ വേണ്ട, എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നേ പറ്റൂ. അതിൽ നിന്റെ കയ്യിരിക്കുന്ന ഫോണിന് ഇപ്പൊ എന്തൊരു കുഴപ്പം? എന്തൊരു കുഴപ്പമെന്നാ? ഫോൺ ചാർജ് ചെയ്താ ഫോണിന് ചാർജറിലോട്ട് കയറും. അതിപ്പോ ലാഭമായില്ലേ? സുമേഷിനെ വിളിച്ചാൽ രാഹുലിന് കോള് പോകും, രാഹുലിനെ വിളിച്ചാൽ കേശവ മാമന് കോള് പോകും. എങ്കിൽ മക്കളൊരു കാര്യം ചെയ്യും, കേശവ മാമനൊന്ന് വിളിച്ചു നോക്കും. അപ്പൊ രാഹുൽ ഉറപ്പായിട്ട് കോൾ എടുക്കും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഫോൺ വാങ്ങിച്ചു തരണം. നീ നിന്റെ ഫോണും എടുത്താണ്. ഞാൻ നോക്കിയിട്ട് ഇതിൽ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, അല്ലേടി? അതെ അതെ അതെ. ഡിസ്പ്ലേ ഇളവിരിക്കണ കണ്ടൂടെ അച്ഛാ? മക്കളെ ചിലതൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കണം, അല്ലേടി? അതെ അതെ അതെ. നിനക്ക് എപ്പോഴും അതെ അതെ മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ലേ? എനിക്ക് പുതിയൊരു വാഷിംഗ് മെഷീൻ വേണം. നീ അതെ അതെ മാത്രം പറഞ്ഞത് കേട്ടാ? അച്ഛാ, ഒരു ഫോൺ. നീ ഒരു കാര്യം ചെയ്, എന്റെ ഈ ഫോൺ നീ എടുത്തോ. ഇതെന്തേര് റബ്ബർ കടയാ? ഇതിന്റെ ഡിസ്പ്ലേ എങ്ങനെ കാണും? ഊഹം വെച്ച് തോണ്ടി നോക്കണേ, എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ ഇതിന്റെ അതിന്റെ ചാർജിങ് ഇഷ്യൂ കാണില്ല. അതെന്ത്, ഇതിൽ അമ്മാതിരി ചാർജ് നിൽക്കോ? അല്ല, ഫോൺ ഓൺ ആയാലേ ചാർജ് തീരേണ്ട കാര്യമുള്ളൂ. ഫോൺ ഓൺ ആവില്ല, എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. പിന്നെ എന്തിനാണ് അച്ഛാ ഈ ഫോണും കൊണ്ട് നടക്കണ? മറ്റുള്ളവർക്ക് സമയം പറഞ്ഞു കൊടുക്കാൻ. ഫോണാവാത്ത ഫോണിന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? വാച്ച് നോക്കി പറഞ്ഞു കൊടുക്കൂടാ. അമ്മ, 10-25 കൊല്ലായി ഞാൻ ഇങ്ങനെയോടാ. എനിക്കിതൊന്നും വലിയ പുതുമായിട്ട് തോന്നുന്നില്ല. ഇന്നലെ അച്ഛാ, അച്ഛന്റെ ഡബ്ബർ ഫോൺ
വല്ല പേപ്പർ ബോളും ഉണ്ടാക്കാൻ റബ്ബർ ബാൻഡിന്റെ ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ഓക്കേടാ മോനെ. ഫോണിന്റെ കാര്യം എന്തിനായി? ഒരു റബ്ബർ കട ഇട്ടേരാന്ന് പറഞ്ഞ അച്ഛൻ. പൊടി, ഞാനിവിടെ പോയി ഒരു കാര്യം സാധിച്ചിട്ട് വരട്ടെ. ഓ അച്ഛാ, പറയടാ മോനെ. എനിക്കൊരു പട്ടിയെ വാങ്ങിച്ചു തരണം അച്ഛൻ. അതെന്തിനി? ജോൺ വിക്കിന് പട്ടി ഉണ്ടച്ചാ, അതുപോലെ എനിക്ക് ഒരെണ്ണം വേണം. ആരടാ ഈ വിക്ക്? അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓ, പറഞ്ഞാ മനസ്സിലാവാത്ത ഈ അച്ഛനാണ് പട്ടി വാങ്ങാൻ നിനക്ക് പൈസ തരേണ്ടത്. അതോർക്കണം നീ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ ഒരു പട്ടിക്കൂട് വാങ്ങിച്ചു തരാം. ആഹാ, അപ്പൊ പട്ടിയാ? നീ ഉള്ളപ്പോ എന്തിനാ വേറൊരു പട്ടി? അമ്മ, 10-25 കൊല്ലം ഇങ്ങേരോടാ, പുതുമയില്ല. ചങ്ങലയൊക്കെ കഴുത്തിലിട്ടെ മക്കളാ കൂട്ടി തന്നെ കിടന്നോളാം. അപ്പൊ മക്കൾക്ക് പട്ടിയും കൂടൊക്കെ ആയല്ലോ. ആയി. പിന്നെ രക്ഷ പോയിരുന്ന് പഠിച്ചുകൂടാ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാ ഞാൻ നിന്നെ പഠിപ്പിക്കണം. അവന്റെ പട്ടിക്കൂട്. അതെ, എനിക്കൊരു സംശയം. ഈ ഇല്ലാത്ത പൈസ എങ്ങനെയാണ് ഉണ്ടാക്കണ? അത് ഞാൻ ഈ മാജിക്കിലൂടെ വായൊന്നിങ്ങനെ സൃഷ്ടിക്കും. ആ, കിന്നാനും ചോദിക്കാതെ പോയി സ്കൂട്ടർ എടുത്തോണ്ട് വാടി. ഓ, അതെ, സ്കൂട്ടർ ഡ്രൈവർ എങ്ങനെ ഇരിക്കണ? സ്കൂട്ടർ ഇതും കൊണ്ട് ഞാൻ എന്തിന് ബാത്റൂമിന്റെ അകത്ത് പോണം? ഇതെങ്ങനെ ക്ലോസറ്റ് വീണ വേറെ ഫോണില്ല എനിക്ക്. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് പോവാം. അയ്യോ അച്ഛാ, എന്റെ ഫോണ് പോയേ. അയ്യോ, എന്റെ ഫോണ് പോയേ. അയ്യോ, എന്റെ ഫോണ് പോയേ. അയ്യോ, എന്റെ ഫോണ് പോയേ. എന്താ മക്കളെ ഇന്ന് കരയണ? പോയി അച്ഛാ, പോയി. എന്റെ ഫോണ് ക്ലോസറ്റിൽ പോയി. അയ്യോ, വിളി 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 വിളി, പെട്ടെന്ന് വിളി, പെട്ടെന്ന് വിളി. ആരച്ചാ? പുതിയ ഫോൺ എടുക്കാൻ ഹൈഡ്രജൻ മൊബൈൽ ഷോപ്പില്ല. സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കണമാരാ. ഇപ്പൊ ക്ലീൻ ആക്കിയ സാധനം കിട്ടും, ഇല്ലെങ്കിൽ മൊബൈൽ മുങ്ങിപ്പോ. അയ്യ, നിങ്ങൾ എന്തൊരു വർത്താനം പറയണ? അതിന് എങ്ങനെ ഉപയോഗിക്കണ? നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്റെ ഈ റബ്ബർ ഫോൺ എടുക്കാൻ. ഇതാകുമ്പോ എവിടെയും വീണാലും കുതിച്ച് പൊങ്ങി കയ്യിൽ തന്നെ തിരിച്ചു വന്നേനാ. എനിക്ക് എത്ര പ്രാവശ്യം അനുഭവം ഉണ്ടെന്നാ. എന്തിനാ നീ ഫോൺ കൊണ്ട് തന്നെ ബാത്റൂമിൽ കയറിയ? അത് എന്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോഴേ റേഞ്ച് കിട്ടിയില്ലടാ. ബാത്റൂമിൽ റേഞ്ച് കിട്ടുമെന്നും പറഞ്ഞ് കയറിയതാണ്. ഓ, അതെങ്ങനെടാ നിന്റെ കയ്യിൽ നിന്ന് കറക്റ്റ് ക്ലോസറ്റിലോട്ട് തന്നെ വീണ? ചിപ്സ് കഴിച്ചതിന്റെ എണ്ണമേ എന്റെ കയ്യിലുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് ഫോണ് തെന്നി ക്ലോസറ്റിൽ തന്നെ വീണ്. എന്ത് ചെയ്യാൻ, കലികാലം. ശനി ഉച്ചയിൽ പൊളന്ന് നിൽക്കുകയല്ലേ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ചെറുക്കിന് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കി. മക്കളെ, റബ്ബർ ഫോൺ വേണ്ട. അല്ല, നമുക്ക് ഒന്ന് സെപ്റ്റി ടാങ്ക് അടിച്ചു നോക്കായിരുന്നു. വേണ്ട, പുതിയ ഫോൺ എടുക്കാം നമുക്ക്. അച്ചായന്റെ പട്ടി ഓടാ പട്ടി. ഒറ്റ അടിക്ക് 20,000 രൂപ കേറി. എച്ചി കണക്ക് പറയല്ലേ അച്ഛാ? 20,000 രൂപ എച്ചി കണക്കാ. ഇടാ മക്കളെ, നിന്റെ അച്ഛ അംബാനിയൊന്നും അല്ല. അച്ഛൻ ഫോൺ എടുത്താ? അതുകൊണ്ട് അത് വേണ്ട വേണ്ട. 20,000 രൂപ മുതലാണ്. നിന്റെ തരുന്നത് സേഫ് അല്ല, കാരണം കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ ആണിത്. അതുകൊണ്ട് എന്റെ ഇരിക്കുന്നതാണ് സേഫ്. ഞാനിതെടുത്ത് ഇങ്ങനെ കക്ഷത്തിന്റെ ഇടയിൽ കയറ്റി വെച്ചാലേ ഇവിടെ നിന്ന് കള്ളന്മാരെടുക്കാൻ കുറച്ച് വിയർക്കും. നിനക്കെന്താ സംശയം ഉണ്ടാ? ആരുടെ കക്ഷത്തിൽ നിന്ന് ഞോണ്ടിയാ? ഫോണോടെ കള്ളം കൊണ്ടുപോയി ഫോൺ. എടാ, അതെന്റെ പുതിയ ഫോണാണ്ടാ, തന്നിട്ട് പോടാ കള്ള. പോയി പിടിയിടാവനാ. 20,000 രൂപ. വെൽ ഡൺ മൈ ബോയ്സ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പുതിയ ഫോൺ തന്നെ മോഷ്ടിച്ചോണ്ട് വന്നു. വെരി വെൽ ബോയ്സ്. ആ കളറിൽ നിന്ന് ഒരു പേഴ്സ് കൂടെ കിട്ടിയായിരുന്നു. വാവ്, എക്സ്ട്രാ ബോണസ്. ഐ ഫോട്ടോ. ഇയാളെ ഞാൻ എവിടെയോ
ഹലോ കേശവ, ഞാൻ ഒരാളുടെ ഫോട്ടോ നിനക്ക് വാട്സപ്പിൽ അയച്ചേക്കാം. നീ അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ഹലോ, എന്തായി? ബായ്, അവന്റെ ഫോൺ തിരിച്ചു കൊടുത്തേരാ. അവൻ ആളിച്ചിരി പെശക. എന്താടാ അവൻ ഇത്ര ബിൽഡപ്പ്? പേരൽക്കാതെ കാര്യം പറയടാ. ബായ്, അവനെ പറ്റി ഞാൻ വിശാഖപട്ടണത്തിൽ അന്വേഷിച്ചു. അവിടെ അവന്റെ പേര് രഘുദാസ് എന്നാണ്. അവനൊരു ചെറിയ ഈർക്കിലും മതി. എന്തിന്? ആളെ തട്ടാനാ? അല്ല, നഖത്തിലെ അഴുക്കെടുക്കാനും ചെവിക്കായം തോണ്ടിയെടുക്കാനും. മരിക്കാറായി കിടന്ന രഘുദാസിന്റെ കാമുകി യവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇവനൊരു മുട്ടനാടിനെ കൊടുത്തു. വൈകാതെ തന്നെ ആ മുട്ടനാടിനെ കുറച്ചുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മട്ടൻ ചാപ്സാക്കി. കലിപൂണ്ട രഘുദാസ് അന്ന് തന്നെ അവമാരി ചാപ്സാക്കി. എന്നിട്ടെന്തര്? ബാക്കിയൊന്ന് മട്ടൻ ചാപ്സ് ഇവൻ കയറ്റി. ആർക്കാലും കൊതി വരൂലേ? അതുകൊണ്ട് ബായ്, നിങ്ങൾ അവനെ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചാലും അവൻ നിങ്ങളെ കൊല്ലും. അത് വേറെ കാര്യം. ഈ ഫോൺ ആരെയാണ് മോട്ടിച്ചെന്ന് വെച്ചാ അവന്റെ തന്നെ തിരിച്ചു കൊണ്ട് കൊടുറാ. അയ്യോ ഈശ്വര, അവൻ എന്നെ മട്ടൻ ചാപ്സ് ആക്കോ. ഇതാരി? ഹലോ, നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നോ എനിക്കറിയില്ല. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് തരാൻ എൻ്റെ കയ്യിൽ പണവുമില്ല. എനിക്കാകെയുള്ളത് ചില കഴിവുകളാണ്. നിന്നെപ്പോലുള്ളവരെ പേടി സ്വപ്നമാക്കാൻ പറ്റുന്ന കഴിവുകൾ. നീ എന്നിൽ നിന്നും എന്താണോ എടുത്തുകൊണ്ട് പോയത് അതെനിക്ക് തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഞാൻ നിന്നെ തേടി വരും. ഞാൻ നിന്നെ കണ്ടെത്തും. ഞാൻ നിന്നെ കൊല്ലും. നിങ്ങൾ ആരാ? ജോൺ രഘു വീക്ക്. വിശാഖപട്ടണത്തിലെ ആൻഡ്രൂസിന്റെ സാമ്രാജ്യം തകർത്തതിനു ശേഷം രഘുനേരെ പോയത് യുപിയിലേക്കാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. Just like timeless, so they put them on display. Oh yeah, I rap with a certainty. I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fall.